ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനിയൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. രാവിലത്തെ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഉച്ചയ്ക്ക് ഞാൻ ചോറും കറിയെല്ലാം ആയ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഉമ്മാക്ക് കുറേ ആയിട്ടോ ഉമ്മ ചക്ക പുഴുങ്ങാൻ പറയുന്നത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതേക്കും ഉമ്മാക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. പണ്ട് ചക്ക ഇങ്ങനെ കഴിച്ച് വേറെ ഒന്നും കഴിക്കാനുണ്ടായിട്ടില്ല. പണ്ടത്തെ ഒരുപാട് കഥകൾ കേൾക്കട്ടോ ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ. ചക്ക എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾ ഇവിടെ കറി വെക്കാറുണ്ട്, പുഴുങ്ങാറുണ്ട്, അതുപോലെ തന്നെ വറുക്കാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം പൊരിച്ചിട്ടില്ല കേട്ടോ, പൊരിക്കലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട് ചെറിയൊരു പ്ലാവ്, അതിലുണ്ടാകുന്ന ചക്ക കേട്ടോ. പഴുത്തിരി കഴിക്കാൻ വരിക്കച്ചക്കയാണ് കേട്ടോ ഇഷ്ടം, പഴഞ്ചക്കയല്ല. പഴഞ്ചക്ക ഇവിടെ ഉള്ളൂ, വരിക്കച്ചക്ക ഇല്ല കേട്ടോ. തത്തി മുളക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഥകളൊക്കെ പറഞ്ഞു എല്ലാവരും കൂടി വൃത്തിയാക്കിയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെ കാണാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. ഒരു മാങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ജ്യൂസ് അടിച്ചിട്ട് എല്ലാവരും കൂടി കുടിച്ചു. ചക്കയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലിടണം. അപ്പോൾ ഇത് മുതുമൻ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കീറിക്കൊടുത്തിന് മാത്രമേ ഉള്ളൂ. അത് കുരുവൊക്കെ വേകാനൊക്കെയാണ് കീറിക്കൊടുത്തിന്. മുതുമൻ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. ചക്കി മുറിച്ചിട്ട് ചക്ക വറവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് പോയി കാണാം. അപ്പോൾ കുക്കറിൽ ഫുള്ളായി പിടിക്കൂല കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് പുഴുങ്ങിയെടുക്കേണ്ടി വരും. ഇതിനേക്ക് ഇടേണ്ടത് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നവരുണ്ടോയെന്നറിയില്ല, ഇട്ടിട്ടില്ല കേട്ടോ, നമ്മൾ ഇട്ടിട്ടില്ല. ഉപ്പും പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ഉമ്മ. മഞ്ഞൾപ്പൊടി ഇടണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട്, അപ്പോൾ ഉമ്മ പറഞ്ഞു കല്ലുപ്പ് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് കല്ലുപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വേവേണ്ട, ആ കുരുവൊക്കെ വേവേണ്ട, അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് അടുപ്പത്ത് നമുക്ക് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മക്കൾ കുറച്ച് മഴയത്തൊക്കെ കഴിഞ്ഞ് കളിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ കറണ്ടൊക്കെ പോയ ശേഷം പിന്നെ വീഡിയോ എടുക്കാനൊരു മൂഡ് ഉണ്ടായിട്ടില്ല. ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ മഴ സമയത്ത് കറണ്ടൊക്കെ പോയ ഉള്ളിൽ. 2 ചക്ക ഉണ്ടായിരുന്നു. ഒരു ചക്ക കുറച്ചൊരു മൂത്തതായിരുന്നു, ഒരു ചക്ക കുറച്ചുകൂടി മൂപ്പ് കുറഞ്ഞത്. അതെല്ലാം കൂടി പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ വേറൊരു പാത്രത്തിലിട്ട് കുടഞ്ഞെടുക്കാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ കേട്ടോ. പച്ച വെളിച്ചെണ്ണ എന്ന് പറയും. പച്ച നെയ്യ് നനച്ച് കൊടുക്കാമെന്ന് പറയില്ല കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് അങ്ങനെ നനച്ച് കൊടുത്താൽ. അത് നനച്ച് കൊടുത്ത് കുടഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ, ഇളയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ ആക്കി കാന്താരിയും പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. പക്ഷേ കാന്താരി കുറച്ചേ ഉണ്ടായിട്ടില്ല, ഒന്നും പഴുത്തത് കാന്താരിയാണ് കേട്ടോ, കുറച്ചേ ഉണ്ടായിട്ടില്ല. പിന്നെ പച്ചമുളക് കൊടുത്തിട്ടോ എരിവിന്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കുത്തിയിട്ട് ചതച്ചെടുക്കണേ. അപ്പോൾ അത് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. കറണ്ട് പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇലക്കാത്താണ് കേട്ടോ, കുറച്ചിട്ട് കൊടുത്തിട്ട് ഇലക്കാത്ത വെച്ചിട്ടാണ് കഴിക്കുന്നത്. എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോരോ പാത്രത്തിലൊന്നും ആക്കി കഴിക്കണ്ടല്ലോ, എല്ലാവരും ഒന്നിച്ച് ഇതുപോലെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കണ്ടപ്പോൾ വിശ്വസിച്ചൊക്കെ ഇനി എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് കേട്ടോ അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ഒരു ചോളയെടുത്ത് കാണിച്ചു കൊടുത്തു കേട്ടോ. ഇതുപോലെ മുക്കി കഴിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എമർജൻസി ഒക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഇതുപോലെ നല്ല ടേസ്റ്റ്, ചൂടോടെ കഴിക്കണം, എന്താ കൂടുതൽ ടേസ്റ്റ്. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ വേറെ ആൾ വന്നു കേട്ടോ, പ്രതീക്ഷിക്കാതെ. ഇക്കാക്കന്മാരും ഉണ്ടായിരുന്നു, ഇളയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇത് കഴിക്കട്ടെ. ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.